ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് വന്ദനം. ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം തന്ന അത്യുന്നതനായ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെയധികം പ്രാവശ്യം മനുഷ്യന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും നന്മയായിട്ടുള്ളത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്കൊരു നല്ല പ്രതിഫലം ലഭിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്, അല്ലെ? വിശുദ്ധ മത്തായി സുവിശേഷം 6:2 പറയുന്നു, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ കപടനാട്യക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് പറയുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 6:6-7 തിരുവചനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യമറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. വീണ്ടും ഉപവസിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എങ്ങനെയെന്ന് നോക്കാം. കപടനാട്യക്കാർ ഉപവസിക്കുമ്പോൾ വിഷാദം ഭാവിക്കുന്നു എന്നാണ് പറയുന്നത്. അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 16:19 വീടിന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ലാസർ എന്ന ഒരു ദരിദ്രനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ വലിയ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന ധനവാൻ. നാളുകൾ കഴിഞ്ഞപ്പോൾ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. എന്നാൽ ധനവാൻ മരിച്ചിട്ട് അടക്കപ്പെട്ടു എന്ന് പറയുന്നു. അവൻ നരകത്തിൽ കിടന്ന മുകളിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ദൂരെ അബ്രഹാത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവുമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരുവാൻ സാധ്യമല്ല. അപ്പോൾ ധനവാൻ പറയുന്നു, അങ്ങനെയെങ്കിൽ പിതാവേ, ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്, അവർ പറയുന്നത് കേൾക്കട്ടെ എന്ന് അബ്രഹാം പറയുമ്പോൾ, അങ്ങനെയല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും എന്ന് ധനവാൻ പറയുന്നു. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. കണ്ടോ, ധനവാന്റെ ഒരു ആഗ്രഹം പോലും സഫലമാകാതെ പോകുന്നു. ദൈവസന്നിധിയിൽ നിന്ന് ഒരു പ്രതിഫലം പോലും ലഭിക്കാൻ സാധിക്കാത്ത വിധം ജീവിതം തീർത്തു കളഞ്ഞ ധനവാൻ. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നതെന്തും അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് യേശു തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള പ്രതിഫലമോ നിത്യജീവനും. പ്രിയ സഹോദരങ്ങളെ, യേശു തമ്പുരാന്റെ പ്രതിഫല സമ്മാനത്തിന് അർഹരാകുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.